ഹരിയോ പാർട്ട് 2 രണ്ടാമത്തെ ശ്ലോകം. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷു ആദ്യേഷു വാക്യേഷു ച കാ ത്വധന്യ മമത്വഗർത്തേ അതിമഹാ അന്ധകാരേ വിഭ്രാമയതി ഏതത് അതീവ വിശ്വം. അപ്പം എങ്ങനെ വായിക്കണ്ടേ? വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം. വാക്കുകളുടെ അർത്ഥം നോക്കാം. വിദ്യാസു വിദ്യകൾ, എല്ലാ വിദ്യകളിലും, ശാസ്ത്രേഷു ശാസ്ത്രങ്ങളിലും, വിവേകദീപേഷു വിവേകദീപങ്ങളിലും, ആദ്യേഷു ആദ്യം എന്നിവിടെ പറഞ്ഞത് വേദമാണ്, വേദങ്ങളിലും, വാക്യേഷു മഹാവാക്യങ്ങൾ, മഹാന്മാരുടെ വാക്യങ്ങൾ, അതാണ് വാക്യേഷു, മഹാന്മാരുടെ വാക്യങ്ങളിലും, ച കാ ത്വധന്യ ആര് അങ്ങല്ലാതെ, അതാ ത്വധന്യ അങ്ങല്ലാതെ, മമത്വഗർത്തേതി മഹാന്ധകാരേ മമത്വഗർത്തഃ മഹാന്ധകാരേ വിഭ്രാമയതി ഏതത് അതീവ വിഭ്രാമയത്യേതതീവ വിശ്വം. അപ്പം ഇവിടെ ദേവി അല്ലയോ ദേവി, വിവേകദീപങ്ങളായി ആത്മാനാത്മവിവേചന തൽപരരായിരിക്കുന്ന, അല്ലെങ്കിൽ വിവേചന തൽപരങ്ങളായിരിക്കുന്ന വിദ്യ എന്നത് ശാസ്ത്രം, ആദ്യം എന്ന് പറഞ്ഞാൽ ഉപനിഷത്ത്, വാക്യം മഹാവാക്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും അത്യധികം അന്ധകാരമായ മമത്വമാകുന്ന പടുകുഴി, മമത്വം എന്ന് പറഞ്ഞാൽ ആ സംസാര സാഗരം, അതിൽ വിഭ്രാമയത് ഭ്രമിച്ചുകൊണ്ടിരിക്കുക, കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം മമത്വമാകുന്ന കുഴിയിൽ, അല്ലെങ്കിൽ അന്ധകാരം, അജ്ഞാനമാകുന്ന അന്ധകാരത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. തത് അതീവ വിശ്വം. അപ്പോൾ വിവേകദീപങ്ങളായി ആത്മവിവേചന തൽപരങ്ങളായിരിക്കുന്ന വിദ്യത്വം, ശാസ്ത്രം, ഉപനിഷദ് വാക്യം എന്നിവയെല്ലാം ഉണ്ടെങ്കിലും അത്യധികം അന്ധകാരമായ മമത്വമാകുന്ന പടുകുഴിയിൽ വീഴ്ത്തി ഈ ജഗത്തിനെ ഭ്രമിപ്പിക്കുന്നത് അല്ലയോ അമ്മേ ദേവി അങ്ങ് തന്നെയാണല്ലോ എന്ന് ഇനി അടുത്ത ശ്ലോകം, അതിൻ്റെ അടുത്ത ശ്ലോകം രക്ഷാംസി. അപ്പോൾ അവിടെ എങ്ങനെയാണ് അർത്ഥം പറയുക? വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ. ഇത് ഞാൻ വീണ്ടും വീണ്ടും വായിക്കുന്നത് നിങ്ങൾ കേട്ട് പഠിക്കാൻ വേണ്ടിയാണ്, വായിക്കുമ്പോൾ തെറ്റാതിരിക്കാൻ. രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാഹ യത്രാരയോ ദസ്യുബലാനി യത്ര ദാവാനലോ യത്ര തഥാപ്തി മധ്യേ തത്ര സ്ഥിതത്വം പരിവാസി വിശ്വം. രക്ഷാംസി പറഞ്ഞാൽ രാക്ഷസന്മാർ, എത്ര എവിടെയാണോ രാക്ഷസന്മാർ, പിന്നെ ഉഗ്രവിഷാഹ ച എത്ര ഉഗ്രവിഷായ ച എത്രോഗ്രവിഷാശ്ച എന്ന് പറഞ്ഞാൽ വിഷം, എവിടെയാണോ ഉഗ്രവിഷം ഉള്ളത്, നാഗങ്ങൾ സർപ്പങ്ങളുള്ളത്, എത്ര അരയോഹോ, അര എന്ന് പറഞ്ഞാൽ അരി ശത്രുവാണ്, അപ്പോൾ എവിടെയാണോ ശത്രുക്കളുള്ളത്, ദസ്യു ബലാനി, ദസ്യു എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരൻ, ദസ്യ കൊള്ളക്കാരൻ, ബലാനി ബലം ഇവിടെ സൈന്യമാണ്,
അപ്പോൾ കൊള്ളക്കാരാലും സൈന്യങ്ങളാലും എത്ര ദാവ അനലോ, ദാവം കാട്ടുതീയാണ്, അനലൻ തീ കാറ്റ്. അപ്പം ആ ദാവ അനലോ കാട്ടുതീ എവിടെയാണോ തഥ അബ്ധിമധ്യേ, അപ്രകാരം അബ്ധി എന്ന് പറഞ്ഞാൽ സമുദ്രമധ്യത്തിൽ, തത്ര സ്ഥിത ആ സമുദ്രമധ്യത്തിലായി സ്ഥിതി ചെയ്യുന്ന ത്വം അങ്ങ് പരിഭാസി വിശ്വം അങ്ങ് വിശ്വത്തെ പരിപാലിച്ചാലും രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാഹ യത്രാരയോ ദസ്യുബലാനി യത്ര ധാവാനലോ യത്ര തഥാപ്തി മധ്യേ തത്ര സ്ഥിതത്വം പരിഭാസി വിശ്വം. രക്ഷസുകളുടെയും ഉഗ്രവിഷങ്ങളുടെയും നാഗങ്ങളുടെയും ശത്രുക്കളുടെയും പിടിച്ചു പറിക്കുന്നവരുടെയും സൈന്യങ്ങളുടെയും കാട്ടുതീയുടെയും ബാധയിൽ നിന്ന് അകറ്റി രക്ഷിക്കാൻ പ്രാപ്തയായ അല്ലയോ ദേവി, സമുദ്രമധ്യത്തിൽ അകപ്പെട്ടു വലയുമ്പോൾ രക്ഷ നൽകുന്ന അല്ലയോ ദേവി, ഞങ്ങളുടെ ദുഃഖത്തെ തീർക്കണമേ, ഞങ്ങളെ രക്ഷിക്കണമേ. അടുത്ത ശ്ലോകം. വിശ്വേശ്വരി ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാഹ. വിശ്വേശ്വരി, വിശ്വത്തെ മുഴുവൻ ഈശിക്കുന്നവളെ, വിശ്വത്തിൻ്റെ ഈശ്വരിയായിരിക്കുന്നവളെ, ത്വം അങ്ങ് പരിഭാസി പരിപാലനം ചെയ്യുന്നു, വിശ്വത്തെ മുഴുവൻ പരിപാലനം ചെയ്യുന്നവളെ. യു സസ്റ്റെയിൻ ദ യൂണിവേഴ്സ് എന്നർത്ഥം. ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത് പരിപാലിക്കുന്നത് ദേവിയാണ് എന്നർത്ഥം. വിശ്വ ആത്മിക, വിശ്വത്തിലുള്ള എല്ലാത്തിൻ്റെയും ആത്മാവായി ധരിക്കുന്നവളെ, ആത്മാവായിട്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മാവായി സ്ഥിതി ചെയ്യുന്നു. വിശ്വം വിശ്വേശവന്ധ്യ, ലോകം ദേവിയെ ഈശ്വരന്മാർ എല്ലാ ദേവന്മാരും ബ്രഹ്മാദി ദേവന്മാരാൽ വന്ദിക്കപ്പെടുന്നവളെ. വന്ധ്യ ഭവതി ഭവന്തി, അങ്ങയുടെ ഭക്തന്മാർ അല്ലെങ്കിൽ ദേവിയിൽ ഭക്തിയുള്ളവർ ആരാണോ ദേവിയെ ഭക്തിയോടുകൂടി നമിക്കുന്നത്, തൊയി അങ്ങയിൽ ഭക്തിയുള്ളവർ, ഭക്തി നമ്രാഹ നമിക്കുന്നവർ, ഭക്തിയോടുകൂടി നമിക്കുന്നവർ, അവരെ ലോകം ആശ്രയിക്കുന്നു. അപ്പോൾ ദേവിയെ ആശ്രയിക്കുന്നവരെ ലോകവും ആശ്രയിക്കുന്നു. ബ്രഹ്മാദി ദേവന്മാർ കാട്ടുതീയ്, പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും ആത്മാവിനെ ധരിക്കുന്നവളും വിശ്വത്തിൻ്റെ മുഴുവൻ പരിപാലകയുമായ ദേവിക്കായിക്കൊണ്ട് നമസ്കാരം. ദേവിയെ ഭക്തിയോടെ ആശ്രയിക്കുന്നവരെ ലോകവും ആശ്രയിക്കുന്നു എന്നർത്ഥം. വിശ്വേശ്വരി ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യാ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാഹ. ഈ കാണായ പ്രപഞ്ചത്തിന് നിയാമികയായിരിക്കുന്ന അല്ലയോ ദേവി, അവിടുന്ന് ഈ വിശ്വത്തെ രക്ഷിക്കണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ രൂപത്തെ വഹിച്ച് ദേവിയത്രേ ഈ വിശ്വത്തെ ധരിക്കുന്നത്. വിശ്വ ഈശന്മാരായ ബ്രഹ്മാദി ദേവന്മാർ പോലും ദേവിയെ വന്ദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവരെ ഈ ലോകവും ഭജിക്കുന്നു, ഈ ലോകവും പൂജിക്കുന്നു. അവർ വിശ്വത്തിന് ആശ്രയഭൂതന്മാരായിരിക്കുന്നു എന്ന്. അടുത്ത ശ്ലോകം. ദേവി പ്രസീദ പരിപാലയനോരിവിദേഹേ നിത്യം യഥാസുരവതാദധുനൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉൽപാദപാകജനിതാംശ്ച മഹോപസർഗാൻ. ദേവി പ്രസീദ പരിപാലയ നഹ അരിഭീദേഹേ. നഹ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ, അരി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ, ഭീദേഹേ ഭയക്കുന്ന, ശത്രുക്കളിൽ ഭയമുള്ള ഞങ്ങളെ പരിപാലയ, ഞങ്ങളെ പ്രസാദിച്ച് പരിപാലിച്ചാലും. പ്രസീദ പരിപാലയ, പ്രസാദിച്ച് പരിപാലിച്ചാലും. നിത്യം എപ്പോഴും എന്നർത്ഥം.
എപ്രകാരമാണോ അസുരവധാത് അധുന ഏവ, അസുരന്മാരെ വധിച്ചുകൊണ്ട് ഇപ്പോഴും സദ്യ ഉടനെ പാപാനി സർവജഗതം, പാപങ്ങളെയെല്ലാം സർവജഗത്തിലുള്ള പാപങ്ങളെയെല്ലാം ശമിപ്പിച്ചാലും, പ്രകർഷേണ ശമിപ്പിക്കുക, പ്രശമം നശിപ്പിച്ചാലും എന്നർത്ഥം. നയാശു പെട്ടെന്ന് തന്നെ ശമിപ്പിച്ചാലും, ഉൽപാദപാകജനിതാൻ, ഉൽപാദം എന്ന് പറഞ്ഞാൽ ഉൽപാദം ഉൽപ്പതിക്കുന്ന ധൂമകേതുക്കൾ, അതാണ് ഉൽപാദപാക ജനിതാൻ. ഉൽപാദപാകജനിതാൻ ഉൽപ്പതിക്കുന്ന ധൂമകേതുക്കൾ താൻ ച മഹ എന്ന് പറഞ്ഞാൽ വലിയ, അപ്പം ഉപസർഗാൻ, അതായത് പെട്ടെന്ന് വരുന്ന ഈ ആപത്തുകളെയൊക്കെ, വലിയ അനർത്ഥങ്ങൾ, ഏതുപോലെയുള്ള അനർത്ഥങ്ങൾ, ധൂമകേതുക്കൾ പോലെയുള്ള വലിയ വലിയ അനർത്ഥങ്ങൾ, ആപത്തുകളൊക്കെ വരുമ്പോൾ അവയെയെല്ലാം പെട്ടെന്ന് തന്നെ നശിപ്പിച്ചാലും എന്ന് അർത്ഥം. ദേവി പ്രസീത പരിപാലയ നോരിഭീദേഹേ നഖ അരീഭീദേഹേ നോരിഭീദേഹേ നിത്യം യഥാ അസുരവധാത് അധുനായേവ യഥാസുരവധാതധുനൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉൽപാദപാകജനിതാംശ്ച മഹോപസർഗാൻ. ഹേ ദേവി പ്രസാദിക്കണമേ, ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഇപ്പോൾ അസുരന്മാരെ കൊന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിത്യവും രക്ഷിക്കണമേ. എല്ലാ ജഗത്തുക്കളുടെയും പാപത്തെ വേഗം ശമിപ്പിച്ചാലും, ഇടിവെട്ടുക തുടങ്ങിയ ദുർനിമിത്തങ്ങളോടുകൂടിയ മഹാ അനർത്ഥങ്ങളെയും വേഗം ശമിപ്പിച്ചാലും, ഇല്ലാതെയാക്കിയാലും. ലാസ്റ്റ് ശ്ലോകം. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമിഡ്യേ ലോകാനാം വരദാഭവാം. പ്രണതാനാം പ്രസീദത്വം, പ്രണമിക്കുന്നവരിൽ പ്രസാദിച്ചാലും. ദേവി വിശ്വാർത്തിഹാരിണി, ആർത്തി എന്ന് പറഞ്ഞാൽ ദുഃഖം, ദുഃഖത്തെ ഹരിക്കുന്നവളെ, ഹാരിണി എന്ന് പറഞ്ഞാൽ ഹരിക്കുന്നവളെ. ത്രൈലോക്യവാസിനാം, 3 ലോകങ്ങളിലും വസിക്കുന്ന ഈഡ്യേ എന്ന് പറഞ്ഞാൽ പൂജ്യ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടേണ്ടവൾ, പൂജ്യയായിരിക്കുന്നവൾ അല്ലെങ്കിൽ സ്തുതിക്കപ്പെടേണ്ടവളായ ലോകാനാം വരദഭവ, അല്ലയോ ദേവി എല്ലാവരാലും സ്തുതിക്കപ്പെടേണ്ടവളും പൂജ്യയായിരിക്കുന്നവളുമായ അല്ലയോ ദേവി ലോകങ്ങൾക്കെല്ലാം വരദാഭവ, വരത്തെ ദാനം ചെയ്യുന്നവളായി ഭവിച്ചാലും, വരത്തെ കൊടുത്താലും. പ്രണതാനാം പ്രസീദത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാഭവാം. ദേവി ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്ന അല്ലയോ ദേവി, ഈ വിശ്വത്തിൻ്റെ ദുഃഖത്തെ പോക്കുന്ന അല്ലയോ അംബികെ, 3 ലോകത്തിൽ വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്ന ദേവി ഭഗവതിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവി ലോകങ്ങൾക്ക് വരദയായി ഭവിച്ചാലും, വരത്തെ ദാനം ചെയ്യുന്നവൾ എന്നർത്ഥം. ഇനി നമുക്ക് ഓരോ ശ്ലോകം വായിച്ച് പെട്ടെന്ന് അർത്ഥം ഒന്ന് വേഗം പറഞ്ഞു പോവാം. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുതാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോധികാന്യ. ധർമ്മദ്വേഷികളായ മഹാസുരന്മാരുടെ നേരെ ബ്രഹ്മാണി തുടങ്ങിയ നാനാരൂപങ്ങളെ സ്വീകരിച്ചുകൊണ്ട് യുദ്ധത്തിൽ അസുരന്മാരെ തോൽപ്പിച്ചത് മറ്റാരെ കൊണ്ടും സാധിക്കാത്ത കാര്യമാണല്ലോ. അല്ലയോ അംബികേ, അങ്ങേക്കായി നമസ്കാരം. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേ ഷാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്തകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം. വിവേകദീപങ്ങളായി ആത്മാനാത്മവിവേചന താല്പര്യങ്ങളായിരിക്കുന്ന
വിധിത്വം, ശാസ്ത്രം, ഉപനിഷത്ത് ആദി വാക്യം, മഹാവാക്യങ്ങൾ എന്നിവയെല്ലാം ഉണ്ടെങ്കിലും അത്യധികം അന്ധകാരമായ മമത്വമാകുന്ന പടുകുഴിയിൽ, അതായത് സംസാര ദുഃഖമാകുന്ന കിണറ്റിൽ, പൊട്ടക്കിണറ്റിൽ വീഴ്ത്തി ഈ ജഗത്തിനെ ഭ്രമിപ്പിക്കുന്നത് ദേവി തന്നെ. അല്ലയോ അംബികേ, അങ്ങാണല്ലോ. അങ്ങയെ നമസ്കരിക്കുന്നു. രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാഃ യത്രാരയോ ദസ്യുബലാനി യത്ര ദാവാനലോ യത്ര തഥാപ്തി മധ്യേ തത്ര സ്ഥിതാനാം പരിഭാസി വിശ്വം. രക്ഷസുകളുടെയും ഉഗ്രവിഷങ്ങളുടെയും നാഗങ്ങളുടെയും ശത്രുക്കളുടെയും പിടിച്ചുപറിക്കാരുടെയും സൈന്യങ്ങളുടെയും കാട്ടുതീയുടെയും ബാധയിൽ നിന്ന് അകറ്റി രക്ഷിക്കാൻ പ്രാപ്തയായ അല്ലയോ ദേവി, സമുദ്രമധ്യത്തിൽ അകപ്പെട്ടു വലയുമ്പോൾ രക്ഷ നൽകുന്ന അല്ലയോ ദേവി, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളുടെ ദുഃഖത്തെ ഇല്ലാതെയാക്കണമേ. വിശ്വേശ്വരി ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസേതി വിശ്വം വിശ്വേശവന്ധ്യ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്ര. ഇക്കാണായ പ്രപഞ്ചത്തിന് നിയാമികയായ അല്ലയോ ദേവി, അവിടുന്ന് ഈ വിശ്വത്തെ രക്ഷിക്കണമേ. ഈ പ്രപഞ്ചത്തിൻ്റെ സ്വരൂപത്തെ വഹിച്ച് ദേവിയത്രേ ഈ വിശ്വത്തെ ധരിക്കുന്നത്. വിശ്വേശ്വന്മാരായ ബ്രഹ്മാദികൾ പോലും ദേവിയെ വന്ദിക്കുന്നുണ്ടല്ലോ. ദേവിയെ ഭക്തിയോടുകൂടി ഭജിക്കുന്നവരെ ഈ ലോകവും പൂജിക്കുന്നുണ്ട്. അവർ വിശ്വത്തിന് ആശ്രയഭൂതന്മാരായിരിക്കുന്നു. ദേവി പ്രസീത പരിപാലയനോരി ഭീദേഹേ. ഈ ഭീതി എന്ന് പറയുന്നത് മരണഭയമാണ് കേട്ടോ. ഭീദേഹേ, എല്ലാ ഭയങ്ങളും അതിൽപ്പെടും. മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. ദേവി പ്രസീത പരിപാലയനോരി ഭീദേഹേ നിത്യം യഥാസുരവധാതു നൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉൽപാതപാകജനിതാംശ്ച മഹോപസർഗാൻ. ഹേ ദേവി, പ്രസാദിക്കണമേ, ശത്രുഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ശത്രുഭയം തന്നെയല്ല, എല്ലാ ഭയങ്ങളിൽ നിന്നും. ഇപ്പോൾ അസുരന്മാരെ കൊന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചതുപോലെ നിത്യവും രക്ഷിക്കണമേ. എല്ലാ ജഗത്തുക്കളുടെയും പാപത്തെ വേഗം നശിപ്പിച്ചാലും ഇടിവെട്ടുക തുടങ്ങിയ ദുർനിമിത്തങ്ങളോടുകൂടിയ അനർത്ഥങ്ങളെയും വേഗം ശമിപ്പിച്ചാലും. പ്രണതാനാം പ്രസീതത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവാം. ദേവി, ശരണം പ്രാപിക്കുന്നവരെ രക്ഷിക്കുന്ന അല്ലയോ ദേവി, ഈ വിശ്വത്തിൻ്റെ ദുഃഖത്തെ പോക്കുന്ന അല്ലയോ അംബികേ, ത്രൈലോക്യത്തിൽ വസിക്കുന്നവരാൽ സ്തുതിക്കപ്പെടുന്ന ദേവി ഭഗവതിയെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദേവി ലോകങ്ങൾക്ക് വരദയായി ഭവിച്ചാലും വരത്തെ നൽകുന്നവളായി ഭവിച്ചാലും എന്ന് അർത്ഥം. ശ്ലോകം മുഴുവൻ ഒന്നും കൂടി വായിച്ചു നിർത്താം. എത്ര വായിച്ചാലും നിങ്ങൾ വായിക്കുമ്പോൾ തെറ്റിക്കും. ഏതത് കൃതം യത് കഥനം ത്വയാദ്യ ധർമ്മദ്വിഷാം ദേവി മഹാസുരാണാം രൂപൈരനേകൈർബഹുതാത്മമൂർത്തിം കൃത്വാംബികേ തത് പ്രകരോധികാന്യ. വിദ്യാസു ശാസ്ത്രേഷു വിവേകദീപേഷാദ്യേഷു വാക്യേഷു ചകാത്വധന്യ മമത്വഗർത്തേതി മഹാന്ധകാരേ വിഭ്രാമയത്യേതതീവ വിശ്വം. രക്ഷാംസി യത്രോഗ്രവിഷാശ്ച നാഗാഃ യത്രാരയോ ദസ്യുബലാനി യത്ര ദാവാനലോ യത്ര തഥാപ്തി മധ്യേ തത്ര സ്ഥിതാ ത്വം പരിഭാസി വിശ്വം. വിശ്വേശ്വരി ത്വം പരിഭാസി വിശ്വം വിശ്വാത്മികാധാരയസീതി വിശ്വം വിശ്വേശവന്ധ്യ ഭവതി ഭവന്തി വിശ്വാശ്രയായേ ത്വയി ഭക്തി നമ്രാഃ. ദേവി പ്രസീത പരിപാലയനോരി ഭീദേഹേ നിത്യം യഥാസുരവധാതു നൈവ സദ്യഃ പാപാനി സർവജഗതാം പ്രശമം നയാശു ഉൽപാതപാകജനിതാംശ്ച മഹോപസർഗാൻ. പ്രണതാനാം പ്രസീതത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസിനാമീഡ്യേ ലോകാനാം വരദാ ഭവാം. ഹരി ഓം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരും വരേക്കും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.
ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തെ.